ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന മൊഡ്യൂൾ 40 ആണ്. ഷുഡ് ഹാവ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് പഠിക്കുന്നത്. ഷുഡ് ഹാവ് പ്ലസ് നൗൺ. ഷുഡ് ഹാവ് അതിൻ്റെ കൂടെ നമുക്ക് വെർബ് യൂസ് ചെയ്യാം. വെർബ് യൂസ് ചെയ്യുന്ന സമയത്ത് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഷുഡ് ഹാവ് പ്ലസ് നൗൺ ആണ്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞ നാമമാണ്. നാമം അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ പേരുകളാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പേരുകളാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളുകൾ നോക്കാം. അർത്ഥം എന്താണെന്ന് നോക്കാം. അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടാകണം എന്നുള്ളതാണ് ഷുഡ് ഹാവിൻ്റെ അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് എ നോട്ട്ബുക്ക്. നിനക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാവണം. നീ ഒരു സ്റ്റുഡൻ്റ് അല്ലേ, നീ സ്കൂളിൽ പോകുന്നതല്ലേ, തീർച്ചയായിട്ടും യു ഷുഡ് ഹാവ് എ നോട്ട്ബുക്ക്. നിനക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാവണം. മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് എ ഫയൽ. നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുണ്ട്. സോ യു ഷുഡ് ഹാവ് എ ഫയൽ, അല്ലെങ്കിൽ ഫോൾഡർ എന്നൊക്കെ പറയാം. യു ഷുഡ് ഹാവ് ഫയൽ. ഓക്കെ, നിനക്കൊരു കുട ഉണ്ടായിരിക്കണം. മഴക്കാലമാണ് വരുന്നത്. യു ഷുഡ് ഹാവ് എൻ അംബ്രല്ല. യു ഷുഡ് ഹാവ് എൻ അംബ്രല്ല. നിനക്കൊരു കുട ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ് പ്രൊജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നിനക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ് പ്രൊജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ദേ ഷുഡ് ഹാവ് എ ടീച്ചർ. അവർക്ക് ഒരു ടീച്ചർ ഉണ്ടാവണം. ദേ ഷുഡ് ഹാവ് എ ടീച്ചർ. ഓക്കെ, വി ഷുഡ് ഹാവ് എ സ്റ്റഡി പ്ലാൻ. നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എക്സാം ആണ്. സോ വി ഷുഡ് ഹാവ് എ സ്റ്റഡി പ്ലാൻ. തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. വി ഷുഡ് ഹാവ് എ സ്റ്റഡി പ്ലാൻ. യു ഷുഡ് ഹാവ് പ്രോപ്പർ സ്ലീപ്പ്. നിനക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം ഉണ്ടായിരിക്കണം. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാം, വളർച്ചയ്ക്ക് ഉറക്കം അത്യാവശ്യമാണ്. നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന് തീർച്ചയായിട്ടും ഉറക്കം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിന് ഉറക്കം ആവശ്യമാണ്. എല്ലാത്തിനും ഉറക്കം ആവശ്യമാണ്. നമുക്ക് പറയാം, ഹി ഷുഡ് ഹാവ് എ പ്രോപ്പർ സ്ലീപ്പ്. അവന് നല്ല ഒരു ഉറക്കം ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ഹാവ് എ മോട്ടോർ സൈക്കിൾ. അവന് ഒരു ബൈക്ക് ഉണ്ടായിരിക്കണം. അവന് 18 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ. അവന് ഒരുപാട് സ്ഥലങ്ങളിലോട്ടൊക്കെ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും ഹി ഷുഡ് ഹാവ് എ മോട്ടോർ സൈക്കിൾ. അവന് തീർച്ചയായിട്ടും ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം. വി ഷുഡ് ഹാവ് എ ഹൗസ്. നമ്മൾക്കൊരു വീട് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ റെൻറ്റിന് താമസിക്കൊന്നും വേണ്ട. വി ഷുഡ് ഹാവ് എ ഹൗസ്. നമുക്കൊരു വീട് ഉണ്ടാവണം. വി ഷുഡ് ഹാവ് എ ഹൗസ്. ഐ ഷുഡ് ഹാവ് എ വാച്ച്. എനിക്കൊരു വാച്ച് ഉണ്ടാവണം. കാരണം ഞാൻ എല്ലാ സ്ഥലത്തും കറക്റ്റ് സമയത്തിനൊക്കെ എത്താനൊക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എനിക്കൊരു വാച്ച് ഉണ്ടാവണം. ഐ ഷുഡ് ഹാവ് എ വാച്ച്. ഐ ഷുഡ് ഹാവ് എ വാച്ച്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഷുഡ് ഹാവിൻ്റെ യൂസേജ് മനസ്സിലായല്ലോ. ഐ ഷുഡ് ഹാവ് വാച്ച്. എനിക്കൊരു വാച്ച് ഉണ്ടാവണം. ഐ ഷുഡ് ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്ക് ഉണ്ടാവണം. ഇത്തരത്തിലാണ് നമ്മൾ എക്സാമ്പിളുകൾ ക്രിയേറ്റ്